യുദ്ധം നയിക്കേണ്ട സൈനിക മേധാവി എവിടെയാണ് എന്ന ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ ആൾ എവിടെയാണ് എന്നതിനെക്കുറിച്ചാണ് ആളുകൾ ചോദിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അദ്ദേഹത്തെ ആരും കണ്ടവരില്ല, അദ്ദേഹത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല, ഒരു വാർത്തയും അദ്ദേഹത്തെക്കുറിച്ച് ആരും ഇതുവരെ കേട്ടിട്ടില്ല. ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ അസീം മുനീർ ആണ് എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. പക്ഷേ നിലവിൽ അദ്ദേഹം എവിടെയാണ് അതാർക്കും അറിയില്ല. ഒന്നുകിൽ അദ്ദേഹം രാജ്യം വിട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിത്താവളത്തിൽ താമസിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പതിവനുസരിച്ച് അദ്ദേഹത്തിനെ സൈന്യം തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വച്ചിരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം മൂർച്ഛിച്ചിരിക്കവേ, യുദ്ധമാസന്നമായിട്ടിരിക്കവേ ഈ സൈനിക മേധാവി എവിടെയാണ് എന്ന് ആർക്കും ഒരു വിവരവുമില്ല. ഒരു സൈനിക സമ്മേളനത്തിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. സൈനികർക്ക് പ്രചോദനം നൽകുന്ന ഒരു സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി ആരും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. സത്യത്തിൽ ഈ പടനായകൻ ഒളിച്ചോടി എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ആ തരത്തിലുള്ള വാർത്തകളാണ് എല്ലാ ഏജൻസികളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ ചൊറിഞ്ഞു കുടുങ്ങി എന്നതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഇതിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് അവർക്കും അറിയില്ല, അവരുടെ പട്ടാളത്തിനും അറിയില്ല, അവരുടെ ഭരണകൂടത്തിനും അറിയില്ല. ഇന്ത്യയാണെങ്കിൽ നിരന്തരമായി പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാശനഷ്ടങ്ങൾ പാകിസ്ഥാനെ ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഏറ്റവും കഷ്ടപ്പെടുന്നത് സാധാരണക്കാരാണ്. സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്യുന്നു? നിലവിൽ പാകിസ്ഥാനെതിരെ ആഭ്യന്തര യുദ്ധവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇതിനിടെ അസീം മുനീർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്.